വെൽക്കം ടു ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തു വരുന്ന ആ വിൻഡോയിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഹെഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്രൊഡക്റ്റ് ബാർ സർവീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ ഒരു സെക്ഷൻ്റെ അണ്ടറിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ക്രിയേഷനും നിലവിലുള്ള പ്രൊഡക്റ്റിന്റെ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം പോകുന്നത്. ജസ്റ്റ് നമ്മൾ നിലവിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ ലിസ്റ്റുകൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വ്യൂ ഓൾ പ്രൊഡക്റ്റ് എന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ നിലവിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ ലിസ്റ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നവ ഓരോന്നും. ഇതിൽ ഏത് പ്രൊഡക്റ്റ് വേണേലും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഏത് പ്രൊഡക്റ്റ് വേണേലും നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ എഡിറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ക്രിയേഷന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എന്ത് വേണേലും ചേഞ്ചസ് നെയിംസിലോ അല്ലെങ്കിൽ സെയിൽ പ്രൈസിലോ കാര്യങ്ങളിലോ ഒക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് വീണ്ടും സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പുതിയൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഈ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ആ പ്രസ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ പ്രൊഡക്റ്റ് ക്രിയേഷന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിനുള്ളിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ നെയിം, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ കോഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇത് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയ ആണ്. ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ കോഡ് നമുക്ക് പ്രൊഡക്റ്റിന്റെ അനുസരിച്ച് ഓരോ കോഡ് ജനറേറ്റഡ് ആയിട്ട് വരും. അത് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഓരോ പ്രൊഡക്റ്റിനും PDT 100, അതുപോലെ തന്നെ 101, അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ പ്രൊഡക്റ്റിനും ഓരോ IDs ഉണ്ട്. ഓക്കെ, ആ IDs സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്. അവിടെ നമ്മളൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യകതയില്ല. നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നെയിമാണ്. പ്രൊഡക്റ്റിന്റെ നെയിം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ നെയിം ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം പ്രൊഡക്റ്റ് ടൈപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറിയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് ടൈപ്പ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ആ പുതിയ പ്രൊഡക്റ്റ് ടൈപ്പ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ടൈപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റ് ടൈപ്പ് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം കീബോർഡിലെ എൻ്റർ കീ നമുക്ക് പ്രസ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ടൈപ്പിന്റെ ലിസ്റ്റ് വരും. അതിനകത്തുനിന്ന് ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒറ്റ തവണ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയിൽ അത് ലോഡ് ആയിട്ടുണ്ടാവും. അതിനകത്ത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ല. അതിനുശേഷം പ്രൈമറി യൂണിറ്റ്സ് ആണ്. പ്രൈമറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിലാണ് നമ്മൾ സെയിൽ എന്നുള്ളതാണ്. അതായത് പീസസിലാണോ, സ്ക്വയർ ഫീറ്റിലാണോ, മീറ്ററിലാണോ, ഏത് രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനനുബന്ധിച്ചിരിക്കും നമ്മൾ പ്രൈമറി യൂണിറ്റ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, പുതിയൊരു പ്രൈമറി യൂണിറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ പ്ലസ് ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രൈമറി യൂണിറ്റ്സ്, ഞാൻ ഇതെല്ലാം പീസസിലാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് പീസസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓൾറെഡി ഉള്ള പ്രൈമറി യൂണിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ആ വരുന്ന ലിസ്റ്റിനകത്തുനിന്ന് ഏതാണോ നമുക്ക് വേണ്ട മെഷർമെന്റ് അത് ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ശേഷം വരുന്നതെന്ന് പറയുമ്പോൾ MRP റേറ്റ് ആണ്. MRP റേറ്റ് അറിയാവുന്നുണ്ടെങ്കിൽ MRP റേറ്റ് കൊടുക്കുക. അതിനുശേഷം വരുന്നതെന്ന് പറയുമ്പോൾ സെയിൽ പ്രൈസ് ആണ്. സെയിൽ പ്രൈസ് നമുക്ക് ഇൻക്ലൂസീവിലും കൊടുക്കാം, എക്സ്ക്ലൂസീവിലും കൊടുക്കാം. അത് കസ്റ്റമർ ഓൺ ചോയ്സ് ആണ്. ഏത് രീതിയിൽ വേണേലും നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ശേഷം വരുന്നതെന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അതായത് നിലവിൽ ഉള്ള നമ്മുടെ കയ്യിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് തന്നെ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അത് കൂടാതെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കുന്ന കൂടെ തന്നെ നമ്മൾ ഓപ്പണിംഗ് കോസ്റ്റും കൂടെ നമ്മൾ അതിന്റെ കൂടെ തന്നെ കൊടുത്തിരിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഓപ്പണിംഗ് കോസ്റ്റും നമ്മൾ അതിന്റെ കൊടുത്തിരിക്കണം. ഓക്കെ, അതിനുശേഷം വരുന്നത് നമ്മുടെ GST ഡീറ്റെയിൽസ് ആണ്. GST ഡീറ്റെയിൽസിനകത്ത് HSN മാസ്റ്റർ ഉണ്ട്, അതുപോലെ GST ടാക്സ് ലാബ് ആഡ് ചെയ്യുന്നൊരു സെക്ഷൻ ഉണ്ട്. അത് പുതിയൊരു HSN കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. HSN കോഡ് വരുന്നത് ഏതാണോ HSN കോഡ്, ആ HSN കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ചെയ്യുക. ഓൾറെഡി ഉള്ള ഒരു HSN കോഡ് ജസ്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക.
അപ്പൊ റൈറ്റ് സൈഡിൽ വരുന്ന HSN മാസ്റ്ററിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം വരുന്നത് GST ടാക്സ് സ്ലാബ് ആണ്. പുതിയ GST ടാക്സ് സ്ലാബ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ GST ടാക്സ് സ്ലാബ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക, എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആണോ എന്നുള്ള ഒരു ഫീൽഡ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ഫീൽഡുകളും കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ സേവ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പ്രൊഡക്റ്റ് സേവ്ഡ് ആയി. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യൂ ഓൾ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, HSN കോഡ് വന്നിട്ടുണ്ട്, GST ടാക്സ് സ്ലാബ് വന്നിട്ടുണ്ട്, കോസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ സെയിൽ പ്രൈസും അവിടെ ആഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റിലും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തൊട്ട് താഴെ നമുക്ക് ലിസ്റ്റ് ആവും. ഓരോ പ്രൊഡക്റ്റിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കും. അത്രത്തോളം നമ്മൾ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ക്രിയേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.